സ്വാതന്ത്ര്യം ഉള്ളിടത്ത് മാത്രമേ ദൈവത്തോടുള്ള ആരാധനയും പ്രാർത്ഥനയും സാധ്യമാകുകയുള്ളൂ. അടിമയാക്കി മൗനികളാക്കുന്ന ഫറവോമാർ ഇന്നും തുടരുന്നു. അത് ബേത്സുബോലോ ലഹിയോനോ ലൂസിഫറോ മഹദിയോ ഒന്നുമല്ല. ആത്മീയത ആഭരണമാക്കിയ അധികാരവർഗമാണ്. അവർ മനുഷ്യപുത്രനെ ഇന്നും ഒറ്റുകൊടുക്കുന്നു. ഭണ്ഡാരങ്ങൾക്ക് ഖനം കൂടുന്നു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒഴിഞ്ഞുപോകില്ല. പുത്രൻ തമ്പുരാൻ പിതാവിനോട് നടത്തിയ പ്രാർത്ഥനയെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സുപരിചിതമായ ചില വേദപുസ്തക കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ പരിചിതമില്ലാത്ത കഥ ചില സാങ്കല്പിക കഥാപാത്രങ്ങളുടെ അകമ്പടിയോടുകൂടി പറയുകയാണ്. പ്രാർത്ഥനാപൂർവം വീക്ഷിച്ചാൽ ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ 2024 ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ വിനയപുരസ്സരം അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം പുനർജനി. എനിക്ക് മരണമില്ല, ഞാൻ അജയ്യനാണ്. പക്ഷേ അതിനവൻ മരിക്കണം. ലാസർ, അവൻ മരിച്ചാലേ എനിക്ക് അമരത്വം പ്രാപിക്കാൻ കഴിയൂ. കാലാന്തരങ്ങൾക്ക് ശേഷമുള്ള ഒരു അപൂർവ അമാവാസി ദിവസത്തിലാണ് ലാസറിന്റെ ജനനം. കാലങ്ങളായി മഹദി എന്ന ശക്തിയെ ആരാധിച്ച് ദൈവശക്തിയുമായി പോരാടുന്ന എനിക്ക് അവന്റെ മരണം അപൂർവ ശക്തി നൽകും. മഹദി, മഹദി, മഹദി. ഈ സംസാരശേഷിയില്ലാത്ത അടിമയെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് ഒഴിവാക്കുക. കൃഷിപ്പണിക്കുതകുന്ന ഇവനെ ലേലം ചെയ്യുന്നു. 100 ശേക്കൽ, 100 ശേക്കൽ, 150 ശേക്കൽ, 150 ശേക്കൽ, 200 ശേക്കൽ, 200 ശേക്കൽ. യജമാനെ, എന്തോ പ്രശ്നമുണ്ട്. നഗരത്തിൽ എന്തോ പടനീക്കം നടക്കുന്നുണ്ട്. ദാ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ലേലം മുടങ്ങി. ദാ അത് ബറാബാസിന്റെ കൂട്ടരാണ്. അടിമച്ചന്ത അവസാനിപ്പിക്കണമെന്ന് അവർ റോമയോട് പറഞ്ഞിട്ട് കാലം കുറയായി. അതെയോ? ഇന്നിവിടെ അടിമ വ്യാപാരം നടക്കുന്നുവെന്നറിഞ്ഞാൽ നാം അവരുടെ വാളിനിരയാകും. നീ വേഗം അവനെ അടിമത്തട്ടിൽ നിന്ന് ഇറക്ക്. വേഗം വേഗം. ഈ നാശം പിടിച്ചവന്റെ ജനനം കൊണ്ട് നമ്മുടെ ജീവൻ കൂടി അപകടത്തിലാകും. നീ അവനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്ക്, അല്ലെങ്കിൽ നീ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പോകുന്നു. യജമാനെ, വൃത്തികെട്ട അടിമ വ്യാപാരി, പാവപ്പെട്ടവന്റെ മാംസം വിറ്റ് പണം കൊയ്യുന്നവനെ, നിനക്ക് മാപ്പില്ല. വേണ്ട വേണ്ട, അബദ്ധം കാട്ടരുത്. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത നിന്നെ പോലെയുള്ളവർ എന്തിന് ജീവിച്ചിരിക്കണം? സഹജീവികളുടെ വിയർപ്പ് വിറ്റ് ജീവിക്കുന്ന മഹാപാപിയാണ് നീ. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ റോമയുടെ അധികാരപത്രത്തോടു കൂടിയാണ് അടിമ വ്യാപാരം ചെയ്യുന്നത്. അധികാരപത്രം അത് അംഗീകരിക്കുന്നവർക്ക് രാജകീയമായേക്കാം, ഞങ്ങൾക്കത് പാഴ്വാക്കാണ്. ബർബാസ്, അടിമച്ചന്തയിൽ നിന്ന് വില പറഞ്ഞുറപ്പിച്ച എല്ലാ അടിമകളെയും നമ്മുടെ ആൾക്കാർ മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ലത്. ഇനി അവശേഷിക്കുന്നത് അടിമച്ചന്തയിൽ അടിമ വ്യാപാരത്തിന് നേതൃത്വം നൽകിയ ഇവരുടെ ശിക്ഷാ നടപടികൾ മാത്രം. ഇവരെ ഈ അടിമത്തട്ടിൽ കയറ്റി തൂക്കിലേറ്റുകയാണ് വേണ്ടത്. ഇതോടെ തീരണം ഇവിടുത്തെ അടിമ വ്യാപാരം. ഇവൻ അടിമക്കൂട്ടത്തിൽ ഒരുവനാണ്. നിന്നെപ്പോലുള്ള അടിമവർഗത്തിന്റെ മോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തു പറ്റി? ഇവൻ എന്താണെന്നും മിണ്ടാത്തത്? ഇവൻ സംസാരശേഷി ഇല്ലാത്തവനാണ്. ഇവനെ പോലുള്ള മിണ്ടാപ്രാണികളെയാണോ നീ വിലയുറപ്പിച്ചത്? നിങ്ങൾ രണ്ടും ഈ അടിമത്തട്ടിലേക്ക് കയറാൻ. നീ പൊക്കോ, എവിടെയെങ്കിലും പോയി ജീവിക്കുക. ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. അടിമത്തം കാടത്തുമാണ്. ഈ അടിമത്തട്ടിൽ നിങ്ങളുടെ ചോര വീണാൽ അത് അനേകർക്കുള്ള വിമോചനമാകും. യജമാനെ,
ഞാനും ഒരു അടിമയാണ്. ഇയാൾ പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ട അടിമ. ഛീ, നിർത്തടാ നിന്റെ അഭിനയം. സ്വാതന്ത്ര്യവും സ്വാധീനവും ഇല്ലാത്ത ഒരു വലിയ സമൂഹം അടിമ വർഗങ്ങളായി ഇവിടെയുണ്ട്. ഒരിക്കൽ അവരുടെ അടിമ നുകം അവർ പൊട്ടിച്ചാൽ അന്ന് തീരും നിന്റെയൊക്കെ ഇഹലോകവാസം. അതെ, റോമൻ പടയാളികളാണ്. നമ്മുടെ വിപ്ലവത്തെ തകർക്കാനുള്ള വരവാണ്. ഇവരെ ബന്ധിച്ച് നമുക്ക് മാറി നിൽക്കാം. ഇവർക്കുള്ള ശിക്ഷ പിന്നീടാകാം. അരുത്, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. മനുഷ്യനെ വിറ്റുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം ആർക്ക് വേണം? വരൂ, നമുക്ക് മാറി നിൽക്കാം. റോമിയോടാ കളി. റോമൻ അധികാരത്തെ ചോദ്യം ചെയ്യാനും ന്യായം പഠിപ്പിക്കാനും ഒരു വിപ്ലവകാരിയും ഈ മണ്ണിൽ നാളിതുവരെ വളർന്നിട്ടില്ല. ഈ ജോസഫസ് സേനാനായകനായിരിക്കുന്നിടത്തോളം കാലം അതിനനുവദിക്കുകയുമില്ല. റോമൻ അധികാരത്തിന്മേൽ വാളുയർത്തുന്നവൻ ആരായാലും നാളത്തെ പ്രഭാതം കാണരുത്. കൊന്നൊടുക്കിയേര് എല്ലാത്തിനെയും. യജമാനനെ, ഞങ്ങളെ രക്ഷിക്കണം, രക്ഷിക്കണം. അവരെ മോചിപ്പിക്കൂ. വന്ദനം സേനാനായക, നന്ദിയുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടുപോയി. അങ്ങയുടെയും സേനയുടെയും ഇടപെടൽ കൊണ്ട് ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇന്നുകൊണ്ട് തീർക്കും വിപ്ലവകാരിയുടെ വിപ്ലവ വീര്യം. റോമൻ അധികാരത്തിന് നേരെ നാവും കൈയും ഉയർത്തി ആരും ആളാകാൻ നോക്കണ്ട. പക്ഷേ യജമാനനെ, ഇവിടെ നിന്ന് ലേലം വാങ്ങിയ അടിമകളെ അവർ മോചിപ്പിച്ചു. അടിമകൾക്ക് എന്തു മോചനം? തൊലിപ്പുറത്ത് ചാപ്പ കുത്തിയ അവർ എവിടെ പോയി രക്ഷപ്പെടാൻ? എങ്ങോട്ട് രക്ഷപ്പെടാൻ? യജമാനനെ, ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ച അടിമകളാണ്. ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. വിമോചനം ആഗ്രഹിച്ച അടിമകളാണോ? യജമാനനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. അല്ല, നിന്നെ എവിടെയോ കണ്ട നല്ല പരിചയം. നീ എന്റെ അടിമക്കൂട്ടത്തിലെ അടിമയല്ലേ? നീയും വിപ്ലവകാരിയാണോ? അല്ല യജമാനനെ, ഈ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. എന്തായാലും രക്ഷപ്പെട്ടവനല്ലേ? ഈ അടിമത്തട്ടിലേക്ക് കയറാൻ. വിമോചനം അത് വേണോ നിങ്ങൾക്ക്? അതിന് രക്തം ചൊരിയണം. അതാണ് റോമിയോയുടെ നിയമം. രണ്ടാളും കൂടി മല്ലയുദ്ധം ചെയ്യൂ. എന്നിട്ട് ഒരാളെ കൊല്ലണം. അങ്ങനെ രക്തം അടിമത്തട്ടിൽ വീഴണം. അടിമത്തട്ട് ചുവക്കണം. വേഗം. വേണ്ട യജമാനെ, ഇതെന്റെ സഹോദരനാണ്. അവന് സംസാരശേഷിയില്ല. ഞങ്ങളെ തമ്മിൽ തല്ലിച്ച് കൊല്ലിക്കരുത്. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കൂ. തമ്മി തല്ലുന്നത് നാവ് കൊണ്ടല്ലോ, തല്ലി ജയിക്കുകയാണ് വേണ്ടത്. യുദ്ധം തുടങ്ങട്ടെ. തുടങ്ങട്ടെ. കൊള്ളാം, നാളുകളായി ഒരു അടിമയുദ്ധം കണ്ടിട്ട്. അവനെ തിരിച്ചടിക്കൂ, പിടിക്കൂ. അങ്ങനെ തന്നെ അവനെ പിടിക്കൂ. നമ്മളിൽ ഒരാളുടെ ശവം അടിമത്തട്ടിൽ വീഴുന്നതുവരെ ഈ മഹാഭാവികൾ കണ്ടു രസിക്കും. നാം എത്ര ആഗ്രഹിച്ചാലും ജീവനോടെ നമുക്കൊരാൾക്ക് മാത്രമേ പുറത്തു പോകാൻ കഴിയൂ. ഏതായാലും നമ്മൾ രണ്ടാളും കൂടി ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ല. മിണ്ടാപ്രാണിയായ നിന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ എനിക്ക് വയ്യ. എന്നോട് പൊറുക്കൂ. എനിക്ക് മാപ്പ് തരൂ സഹോദര. മാപ്പ് തരൂ. കൊല്ലട്ടെ. മാപ്പ് തരൂ. ഞാൻ കൊന്നു. എന്റെ സഹോദരനെ ഞാൻ കൊന്നു. എന്റെ യഹോവേ, എനിക്ക് എന്തിനിങ്ങനെ ഒരു ജന്മം തന്നു? എനിക്ക് എന്തിനിങ്ങനെ ഒരു ജന്മം തന്നു? യെരുശലേമിന്റെ വീഥികൾ രക്തവർണമാകട്ടെ. വിമോചനത്തിനു വേണ്ടി ഉയർന്ന ശബ്ദങ്ങൾ പാതി വഴിയിൽ മുറിഞ്ഞില്ലാതെയാകട്ടെ. റോമൻ അധികാരത്തിന് നേരെ പടക്കിറങ്ങുന്നവൻ അല്പം കൂടി ആലോചിക്കട്ടെ. അടിമവർഗം തമ്മിൽ തല്ലിച്ചാകട്ടെ. സഹോദര, നീ എന്നോട് ക്ഷമിക്കൂ. എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിലും എത്രയോ നല്ലതായിരുന്നു യജമാനൻ നൽകുന്ന അപ്പക്കഷ്ണം തിന്ന് ജീവിക്കുന്നത്. യഹോവേ, എനിക്ക് മടുത്തു. എനിക്ക് മടുത്തു. എനിക്ക് മടുത്തു. എന്തു പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നത്? ഏയ്, ആരാ നിങ്ങൾ? നിങ്ങൾ
നിങ്ങളൊരു മനുഷ്യനല്ലേ? അതെ, മനുഷ്യനാണ്. എന്താ സംശയം? എനിക്ക് മനുഷ്യരെ പേടിയാണ്. ആഹാ, അത് കൊള്ളാമല്ലോ. എന്താ, താങ്കൾ മനുഷ്യനല്ലേ? ഞാൻ മനുഷ്യനോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ അടിമയാണ്, അടിമ, മനുഷ്യക്കോലമിട്ട അടിമ. യജമാനന് മുന്നിൽ ഇരുട്ട് വന്നാൽ തീപ്പന്തമാകേണ്ടുന്ന വിറകുകൊള്ളി, വെറും വിറകുകൊള്ളി മാത്രം. ദയവ് ചെയ്ത് താങ്കൾ ശാന്തനാകൂ. ദാ, ഈ വെള്ളം കുടിക്കൂ. നിങ്ങൾ ആരാ? ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എൻ്റെ അരികിൽ സ്നേഹത്തോടെ പെരുമാറുന്നത്. ഞാൻ ഒരടിമയാണ്. പേര് നഥാനിയേൽ. പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല. എൻ്റെ പേര് ലാസർ. ബഥാനിയാണ് നാട്. നഥാനിയേൽ എന്നോടൊപ്പം പോരുന്നോ? പോകും വഴിയെ മറ്റു വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഒരു അടിമയായി എന്നോടൊപ്പം വരണ്ട, ഒരു സ്നേഹിതനായി, കൂടപ്പിറപ്പായി കൂടെ വരാം. ചോരയുടെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധമാണ് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചേനെ. അതൊന്നും സാരമില്ല. പോകും വഴി നമുക്ക് ജോർദാനിൽ ഇറങ്ങി വിസ്തരിച്ചൊന്ന് കുളിക്കാം. നിന്റെ ഈ വസ്ത്രങ്ങളും മാറ്റാം. പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കാൽവെക്കാം. മറിയ, ഹേ മറിയ, എവിടെയാണ് നിങ്ങൾ? കാണുന്നില്ലല്ലോ. ആഹാ, എത്തിയോ? കഠിനമായ തണുപ്പ്. എന്നിട്ടും ആർക്കും പുതപ്പുകളൊന്നും വേണ്ട. വെറുതെ ചുമ്മി നടന്ന് തളർന്നു പോയത് മിച്ചം. ആ, ദേശം ചുറ്റി മൂപ്പനിങ്ങെത്തിയോ? പിന്നല്ലാതെ, എവിടെ പോയാലും ഞാനിങ്ങെത്തില്ലേ? എൻ്റെ സുന്ദരി കുട്ടികളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? മതി സുഖിപ്പിച്ചത്. പ്രായം മറന്ന് ഇങ്ങനെ ഊരു ചുറ്റരുതെന്ന് ഞങ്ങൾ എത്ര പറഞ്ഞു. ഓ, ഉപദേശിക്കാൻ ഞങ്ങളാരാ? പിന്നെ ഈ നരകേറിയ വൃദ്ധൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കണമെന്നാണോ? ഈ ഫിലോമോൻ അവസാന ശ്വാസം വരെ അധ്വാനിച്ച് തന്നെ ജീവിക്കും. എൻ്റെ മകൾ ദീനയെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അത് തുടരുക തന്നെ ചെയ്യും. ഓ, ശരി, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? മൂപ്പൻ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. ഈ ഊരുതണ്ടിയായ വൃദ്ധൻ ഈ പ്രാവശ്യത്തെ യാത്രയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ചയും കഴിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും സ്വാദിഷ്ടവുമായ ആഹാരം ഏതാണെന്ന് ഞാൻ പറയട്ടെ? എന്നാ അതൊന്ന് കേൾക്കണമല്ലോ. പറ. ബഥാനിയിൽ തുടങ്ങി ബഥേലും എഫ്രയീമും അരിമഥയും കടന്ന് ശമരിയും ദക്കപ്പോലീത്തെയും ചുറ്റി ഗലീലക്കടലിന്റെ തീരം വരെ ഒരു നീണ്ട യാത്രയായിരുന്നു. എന്നിട്ട് ഗലീല തീരത്ത് വെച്ച് പുരുഷ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാർന്ന ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. ശാന്തമായ മിഴികൾ, തേനിനേക്കാൾ മാധുര്യമേറിയ വാക്കുകൾ, നിപ്പിലും നടപ്പിലും ദൈവീക ചൈതന്യം ചുറ്റിലുമുള്ളതുപോലെ. ഒരിക്കൽ കണ്ടവർ ആ സൗന്ദര്യപൂർണ്ണതയെ ഒരിക്കലും മറക്കില്ല. ഈ ഞാനും. അവനിപ്പോൾ എവിടെയുണ്ട്? എനിക്ക് അവനെ ഒന്ന് കാണണം. അവനും എന്നെപ്പോലെ ഒരു സഞ്ചാരിയാ. എപ്പോഴെങ്കിലും നമുക്ക് കണ്ടുമുട്ടാം. മറ്റൊന്നുകൂടിയുണ്ട് പങ്കുവെക്കുവാൻ. ഗലീല തീരത്തിനപ്പുറം അവനിൽ ആകൃഷ്ടരായി അനേകർ ഒത്തുകൂടി. വിശന്നു അലഞ്ഞ ആ ജനത്തോട് അവൻ അലിവ് തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാലന്റെ കൈവശം 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഗുരു, ഇതൊരു വിജന പ്രദേശമാണ്. സമയവും വൈകിയിരിക്കുന്നു. അടുത്ത ഗ്രാമങ്ങളിൽ ചെന്ന് വല്ലതും വാങ്ങി ഭക്ഷിപ്പാൻ ഈ ജനങ്ങളെ പറഞ്ഞയക്കട്ടെ? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഞങ്ങൾ ചെന്ന് 200 ധനറായിക്ക് അപ്പം വാങ്ങി ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കട്ടെയോ? നിങ്ങളുടെ കയ്യിൽ ഭക്ഷിപ്പാൻ എന്തുണ്ട്? എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. നിങ്ങൾ ഈ പുരുഷാരത്തെ ആ പുൽത്തകടിയിലിരുത്തൂ. നിങ്ങൾ 50ഉം 100ഉം വീതമുള്ള കൂട്ടങ്ങളായി ആ പുൽത്തകടിയിൽ ഇരിക്കൂ. ആരും ബഹളം ഉണ്ടാക്കരുത്.
പിതാവേ, ഈ ജനം നിന്റെ മഹത്വം ദർശിക്കാനും കേൾപ്പാനും വന്നവരാണല്ലോ. നിന്റെ മഹത്വം ഇവർ ദർശിക്കുന്നതിനായി നീ ഈ പുത്രനിലൂടെ നിന്റെ മഹത്വം കാട്ടിയാലും. ഇത് നിങ്ങൾ അവർക്ക് വിളമ്പുവിൻ. അവനത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ അനേകം മടങ്ങ് വർദ്ധിച്ചു. എല്ലാവർക്കും ഭക്ഷിപ്പാൻ പാകത്തിന് ഭക്ഷണം തയ്യാറായി. അതെല്ലാവരും ഭക്ഷിച്ചു. ഇത്രയും രുചികരമായ യവത്തപ്പം ആയുസ്സി ഞാൻ കഴിച്ചിട്ടില്ല. അവൻ കാഴ്ചയിൽ എങ്ങനെ? ആരെയും ആകർഷിക്കുന്ന ആകാര ഭംഗി, കണ്ണുകളിൽ ആർദ്രതയുടെ ആഴം, ദൃഢനിശ്ചയത്തോടെ സംസാരിക്കുന്ന ആദരങ്ങൾ, ദിവ്യപ്രകാശം നിറഞ്ഞു നിൽക്കുന്ന മുഖകാന്തി. പിന്നെ മറിയ, നീ അവനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ? ഒരിക്കലും സാധ്യതയില്ല. പക്ഷേ ഇവൾ പറഞ്ഞതിനപ്പുറം ശരിയാണ്. അവൻ പ്രവാചകതുല്യനായ ഒരു ദൈവപുരുഷനാണ്. മറിയ, സത്യം പറ, ആ പ്രവാചക പുരുഷനെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടു, ഞാൻ കണ്ടു. എന്റെ ഉൾക്കണ്ണുകൊണ്ട് ആ മനോഹരമായ രൂപം ഞാൻ കണ്ടു. അവൻ എന്നോട് പറയുന്നുണ്ട്, നമുക്ക് നേരിൽ കാണാമെന്ന്. ദേ മൂപ്പ, ഇവക്ക് എന്തു പറ്റി? എന്തോ പിച്ചും പേയും പറയുന്നു. നീ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ട് അവനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ നമ്മോട് ചേർത്ത് നടക്കുന്ന വിമോചകനായ പ്രവാചകനാണ് അവൻ. നമുക്ക് അവന്റെ അരികിൽ പോകണം, അവനെ കാണണം. ഇരുൾ വീണിട്ടും ലാസറിനെ ഇതുവരെ കാണുന്നില്ലല്ലോ. നഗരത്തിൽ നിന്നും ചില കലാപ വാർത്തകൾ നാടോടികൾ പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ? യഹോവേ, കാത്തുകൊള്ളണേ. എന്തായാലും നഗരവാതിൽ വരെ ഞാനൊന്ന് പോയി വരാം. ആരാ? മറിയ, അതാ അവിടെ ഒരാൾ. ആരോ അവിടെ നിൽക്കുന്നു. ആരാണത്? വാ, നമുക്ക് അകത്ത് പോകാം. ഏയ്, ബഹളം ഉണ്ടാക്കണ്ട. ഞാനാ. ജ്യേഷ്ഠ, ഞങ്ങൾ പേടിച്ചു പോയി. വല്ലപ്പോഴും ഒക്കെ ഒന്ന് പേടിക്കുന്നത് നല്ലതാ. അല്ല, ഇതാരാണ് ഇന്നത്തെ ഈ അതിഥി? ഇത് നഥാനിയേൽ. യാത്രയിൽ ഒപ്പം കൂടിയതാണ്. ഇനി നഥാനിയേൽ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാകും. വേണ്ട യജമാനെ, ഒരു ജോലി തരപ്പെട്ട് കിട്ടിയ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഇത്രത്തോളം എന്നോട് മനുഷ്യത്വപരമായി ഇടപെട്ടല്ലോ, അതുതന്നെ എന്റെ പുണ്യം. നഥാനിയേൽ, നിനക്കറിയാമോ, ബഥാനിയയിലെ ഈ ഭവനം ആരുടെ മുന്നിലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. ഇവിടെ എന്നും വിരുന്നുകാരുണ്ടാവും. എൻ്റെ പ്രിയ സഹോദരി ഈ മാർത്ത രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് നൽകും. സംസാരപ്രിയയായ സഹോദരി മറിയ അവരോട് കുശലം പറഞ്ഞും തർക്കിച്ചും അവർക്ക് സന്തോഷം നൽകും. പക്ഷേ നീ ഇനി മുതൽ ഞങ്ങളുടെ കുടുംബാംഗമാണ്. അനാഥത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഭാണ്ഡമഴിച്ചു വെച്ച് സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് നമുക്ക് ഒരുമിച്ച് പറന്നുയരാം. എന്തായാലും എല്ലാവരും വാ, ഭക്ഷണം കഴിക്കാം. അതാണ്. എൻ്റെ യഹോവേ, നിന്റെ മരണദൂതൻ ഈ പടി കടന്നു വരുമെന്ന് ചിന്തിച്ച് പെട്ടെന്ന് വൃദ്ധനായി പോയ ഒരു സാധുവാണ് ഞാൻ. അടിയനോട് കരുണ കാണിക്കണേ. ആരാണ് നിങ്ങൾ? നിങ്ങൾ ലാസറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അതെ. താങ്കൾ? ഞാൻ ഫിലോമോൻ. ഓ, താങ്കളായിരുന്നോ? ഞങ്ങൾ വരുന്ന വഴി യജമാനൻ ഏറെ പറഞ്ഞിരുന്നു. മകൾ ദീനയെക്കുറിച്ച് സൂചിപ്പിച്ചു. പറഞ്ഞതിലും ഏറെ അറിയുവാനും കേൾക്കുവാനും ഉണ്ടെന്ന് കരുതിക്കോ. എല്ലാം വഴിയേ അറിയാം. അല്ല, ചോദിക്കുന്നുകൊണ്ടൊന്നും തോന്നരുത്. അതിനുള്ള അർഹത ഉണ്ടോ എന്നും അറിയില്ല. അറിയുവാനുള്ള ആഗ്രഹവും അന്വേഷണവുമാണ് മനുഷ്യജന്മത്തിൻ്റെ കാതലും പൊരുളും. വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ഈ വീടുമായി എന്തെല്ലാമോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു തോന്നൽ. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭയം നിഴലിച്ചു നിൽക്കുന്നു. പറയാമോ എന്നറിയില്ല, എന്നാലും പറയുകയാണ്. ഒരു മരണഭയം, ഒരുപക്ഷെ താങ്കൾക്ക് പോലും. നിനക്ക് തെറ്റിയിട്ടില്ല.
നാം ഉൾപ്പെട്ടു നിൽക്കുന്നത് മരണത്തിന്റെ താഴ്വാരത്തിലാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ ചരിത്ര വഴിയിലൂടെ കുറച്ചു ദൂരം പിന്നോട്ട് നടക്കേണ്ടി വരും. ഈ പാതിരാവിൽ അതിന് നേരമില്ല. ഒന്നറിഞ്ഞോളൂ, എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ലാസറിൻ്റെ പിതാവ്, കൂടാരപ്പണിയിൽ അഗ്രഗണ്യൻ. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതാപകാലത്ത്, യൗവനം ഉദിച്ചു നിന്ന കാലത്ത് ഈ 3 കുരുന്നുകളെ അനാഥമാക്കി യാത്രയായി. ഈ രാത്രി നല്ല നിലാവിൽ കുളിച്ചു നിൽക്കുകയാണ്. നമുക്കൊരുമിച്ച് കഥകൾ പറഞ്ഞങ്ങനെ ഇരിക്കാം. ആഹാ, ഇന്ന് നേരത്തെ എത്തിയല്ലോ. കൂടാരപ്പെരുന്നാൾ അടുത്തു വരികയല്ലേ. സിനഗോഗിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. വേലകൾ ചെയ്യാൻ ആളുകൾ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ വരാൻ താമസിക്കും. നദാനിയേലിനെ ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു പോന്നു. 2 ആളിനോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് ജ്യേഷ്ഠ? അത് നമുക്ക് പതിവുള്ളതല്ലോ. ജീവിതം അങ്ങനെയാണ്. ചില പതിവുകൾ തെറ്റിക്കും. മൂപ്പനും നാം അതിഥികളായ സ്വീകരിച്ച പലരും പറഞ്ഞില്ലേ ഒരു പ്രവാചകനെ കുറിച്ച്? അനേകം രോഗികളെ അവൻ സൗഖ്യമാക്കി. മഹാപുരോഹിതന്മാരുടെ മതാന്ധതയെയും അധാർമികതയെയും ചോദ്യം ചെയ്യുന്ന സൗമ്യനായ സുമുഖനായ യുവപ്രവാചകൻ. ഞങ്ങൾക്കും അവനെ കാണണമെന്ന മോഹവുമായി കാത്തിരിക്കുകയാണ്. അവനെക്കുറിച്ച് കേട്ട നാൾ മുതൽ അവൻ നമ്മുടെ ആരോ ആണെന്ന തോന്നൽ ഉള്ളിലുണ്ട്. അവൻ ലോകം പ്രതീക്ഷിക്കുന്ന മശീഹയാണെന്നാണ് ജനസംസാരം. ഏതായാലും കൂടാരപ്പെരുന്നാളിൽ സിനഗോഗിൽ അദ്ദേഹം എത്തുമെന്ന് കരുതുന്നു. എനിക്കവനെ കാണാൻ കൊതിയാകുന്നു. ആ ദിവ്യപ്രവാചകനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണണം. എന്താണ് ജ്യേഷ്ഠനും പുന്നാര പെങ്ങന്മാരും കൂടെ ഒരടക്കം പറച്ചിൽ? എന്തായാലും നിന്നെ കുറിച്ചല്ല. ഓ, എന്നെ കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദീന, നീ എവിടെ? കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ. ഓ, ഈ പാവപ്പെട്ടവളെയൊക്കെ കാണാനും സംസാരിക്കാനും ഇവിടെ ആർക്കും താല്പര്യമില്ലല്ലോ. ജ്യേഷ്ഠത്തി വാ, ഇതേ ഇവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാ. നമുക്ക് പോകാം, സമാധാനത്തോടെ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളെവിടെ പോകുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ദേ കണ്ടില്ലേ, ഞങ്ങൾ പോകുന്നേ. അല്ല, എന്താ താങ്കളുടെ ഉദ്ദേശം? ദീന, ഞാൻ പറയുന്നത് എനിക്കൊന്നും കേക്കണ്ട. സ്ഥിരം പല്ലവിയല്ലേ പറയാനുള്ളത്. ദീന, നീ കരുതും പോലെ അല്ല കാര്യങ്ങൾ. എന്റെ സഹോദരിമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്. ഞാനത് എത്ര തവണ നിന്നോട് പറഞ്ഞു. ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാം അറിയുന്ന നീ തന്നെ എന്നെ ഇങ്ങനെ... ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല. നസ്രത്തിൽ നിന്നും ബദാനിയിൽ വന്ന കാലം മുതൽ ഹൃദയത്തിൽ കയറിപ്പോയതാ. അതിനിയും എത്ര മായ്ച്ചാലും മായില്ല. നാം ഒരുമിച്ചൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു. അപ്പന്റെ ചെങ്ങായിയുടെ മകനെ ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു എനിക്ക്. എനിക്കതിന് യോഗ്യതയില്ലായിരിക്കാം. അപ്പൻ എപ്പോഴും പറയും, മനുഷ്യരാഗ്രഹിച്ചതൊക്കെ നേടിയാൽ അവർ യഹോവയെ വെല്ലുവിളിക്കുമെന്ന്. ദീന, കരയല്ലേ. മനഃപൂർവ്വമല്ല. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ജീവിതം ബാക്കിയില്ല എന്നൊരു തോന്നൽ. നാളെ നീ ദുഃഖിക്കാതിരിക്കാൻ നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അകൽച്ച കാണിക്കുന്നത്. ആ, അപ്പൻ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാസർ എവിടെ? മാർത്തയും മറിയയും? ഞങ്ങൾ ഇവിടെ ഉണ്ടേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന പ്രവാചകൻ ബദാനിയിൽ എത്തിയിരിക്കുന്നു. ആര്? യേശുവോ? എനിക്ക് അവനെ കാണണം. ഞങ്ങൾ അവനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവനെ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ ഇവിടേക്കൊന്ന് ക്ഷണിക്കാമായിരുന്നു. എങ്കിൽ ഒട്ടും താമസിക്കണ്ട, നമുക്ക് ഉടനെ പുറപ്പെടാം. അവന് ഇഷ്ടമുള്ള കുറെ ഭക്ഷണവും തയ്യാറാക്കിയെടുക്കാം. ദീന, നീയും വരൂ പ്രവാചകനായ യേശുവിനെ കാണാൻ. നിങ്ങൾ പോയി വരൂ, ഞാൻ പിന്നീട് കണ്ടോളാം. വരൂ ദീന, ഒരുപക്ഷെ അവനെ കണ്ടാൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. വേണ്ടെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ഏയ് ദീന, എന്തു പറ്റി നിനക്ക്? പ്രണയം പൂവണിയാത്തതിന്റെ മനോവ്യസനത്തിലാണോ? ചങ്ക് തുറന്ന് കാട്ടിയിട്ടും അവഗണനയുടെ നെരിപ്പോടിൽ നീറി നീറി പുകയുന്ന പാവം സുന്ദരി. ദയവ് ചെയ്ത്
എന്നെ ഒന്ന് വെറുതെ വിട്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ എന്നെ അലോസരപ്പെടുത്തുന്നു. ഷാരോനിലെ പനിനീർ പുഷ്പം പോലെ പൂത്തുലഞ്ഞു നിൽക്കേണ്ട നീ പറ്റി വരണ്ട മരുഭൂമി പോലെ ലാസറിന്റെ പ്രേമവായ്പിനായി കാത്തിരിക്കുന്നു. ഇനിയും എത്ര നാൾ കാത്തിരുന്നാലും ലാസറിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തറിയാം? ലാസറിന് എന്നെ ജീവന തുല്യ സ്നേഹമാണ്. ഒരിക്കലും അത് നടക്കില്ല. കാരണം അവനെ എനിക്ക് വേണം. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോകൂ. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ലാസർ മരിക്കണം. അതെന്റെ ആവശ്യമാണ്. എന്ത് നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഒരു അപൂർവ ജന്മമായ അവന്റെ മരണം എനിക്ക് പൂർണ്ണ ശക്തി നൽകും. യഹോവയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ. എന്റെ യഹോവേ, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ മരണത്തിന് കീഴടങ്ങും. ഇല്ല ഇല്ല, ലാസറിനെ ഒരു മരണത്തിനും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. നീ വിട്ടുകൊടുക്കണ്ട. കാലം അത് തട്ടിപ്പറിച്ചെടുത്തോളും. ഞാനീ പറഞ്ഞ രഹസ്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം നീയും മരിക്കും. ഞാനീ പരിസരത്ത് തന്നെ കാണും. നമുക്ക് വീണ്ടും കാണാം. ഏയ് മറിയ, നീ ഏത് ലോകത്താണ്? എന്താ ഇത്ര വലിയ ആലോചന? നഥാനിയലോ? ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തിരുന്നു പോയി. യേശുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം ഈ ഭവനത്തിൽ വന്നു പോവുകയും ചെയ്തോടെ മറിയയിൽ വന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിയാണ് നാഥാനിയൽ. അവന്റെ സുന്ദര രൂപം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. കാതുകളിൽ അവന്റെ ഇമ്പമുള്ള ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് അവന്റെ പാദപീഠത്തിൽ നിന്ന് എഴുന്നേൽക്കാനേ തോന്നാറില്ല. വേണ്ട, നീ എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നോ. ഇങ്ങനെ സ്വപ്നവും കണ്ട് കഥയും കേട്ട് അവിടെ തന്നെ ഇരുന്നോ. ജ്യേഷ്ഠത്തി മറിയേ, നീ എന്ത് പറഞ്ഞാലും ഇത് ഇത്തിരി കൂടുന്നുണ്ട്. കഴിഞ്ഞ തവണ ഗുരു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, എല്ലുമുറിയെ പണിയെടുക്കാനും വെച്ച് വിളമ്പാനും ഞാൻ, വലിയ പഠിത്തക്കാരിയായി നീയും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നീ കരുതണ്ട. ജ്യേഷ്ഠത്തെ കരുതുന്നത് പോലെയല്ല. യേശുവിന്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ ജ്യേഷ്ഠത്തെ ഇതെല്ലാം തിരുത്തി പറയേണ്ടതായി വരും. ഒന്ന് ഓർക്കുക, യേശു എന്റെ ഗുരുവാണ്. ഈ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവാചകനാണ്. നാളെ അവൻ വിപ്ലവകാരിയോ വിമോചകനോ ഒക്കെ ആകാം. അയ്യോ, അത് സേനാനായകനാണ്, എന്റെ പഴയ യജമാനൻ. എന്റെ യഹോവേ, ഇതെന്ത് പരീക്ഷണമാ! നഥാനിയേൽ, നീ അകത്തേക്ക് പോകൂ. മറിയേ, നീ പോയി ജ്യേഷ്ഠനെ വിളിച്ചോണ്ട് വാ. ഇത് ലാസറിന്റെ ഭവനമല്ലേ? അതേ യജമാനനെ, ലാസറിന്റെ സഹോദരിയാണ് ഞാൻ. എവിടെ ലാസർ? ഇപ്പോൾ വരും. വിളിക്കാൻ ആളിനെ വിട്ടിട്ടുണ്ട്. എന്താണ് യജമാനനെ? നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോളൂ. വന്ദനം യജമാനെ, ഞാൻ ലാസർ. കുറച്ചു നാളുകൾക്ക് മുമ്പ് നഗരത്തിലുണ്ടായ ഒരു കലാപത്തിനിടയിൽ നിങ്ങളുടെ കൂടെ കൂടിയ ഒരു അടിമയുണ്ടല്ലോ, അവൻ എവിടെ? അങ്ങുദ്ദേശിച്ചത് നഥാനിയേലിനെ ആണെങ്കിൽ അവൻ എൻ്റെ അടിമയല്ല, സഹോദരനാണ്. സഹോദരനോ അപ്പനോ അമ്മയോ എന്തുമായിക്കോട്ടെ, നഥാൻ അവനെ വിളിക്ക്. യജമാനെ, ദയവ് ചെയ്ത് പാവത്തിനെ ഉപദ്രവിക്കരുത്. എന്ത് തെറ്റാണ് അവൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റോമിയോയുടെ സേനാനായകനാണ് ഞാൻ. കാരണങ്ങൾ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒന്നറിഞ്ഞോ, എന്റെ ഭവനത്തിൽ നിന്നും ഹെരോദേവ് എനിക്ക് നൽകിയ വജ്രമോതിരം കാണാതെ പോയിരിക്കുന്നു. അവൻ ഒരിക്കലും അത് ചെയ്യില്ല. അത് തീരുമാനിക്കാൻ നീ ആരാ? ദയവായി അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. ഓഹോ, ഒളിച്ചിരുന്ന് എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? അവിടുന്ന് വിശ്വസിക്കണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. യജമാനന്റെ സ്വകാര്യ സ്വത്ത് അപഹരിച്ച് ഒളിവിൽ താമസിക്കുന്ന നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നതാണ് നല്ലത്. മായാജാല വിദ്യകൾ നടത്തി
ജനത്തെ വശീകരിക്കുന്ന ഒരു കള്ളപ്രവാചകൻ. അവൻ റോമൻ ഭരണത്തെ വിമർശിക്കുകയും ജനങ്ങളെ റോമയ്ക്കെതിരെ തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വയം പ്രഖ്യാപിത മശിക ഈ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിച്ചാൽ ഇനിയുള്ള വരവ് നിന്നെ കൊണ്ടുപോകാനാകും. ഓർമ്മയിരിക്കട്ടെ. നടക്കടാ അങ്ങോട്ട്. ദയവ് ചെയ്ത് അവനെ കൊണ്ടുപോകരുത്. ഛീ, മാറി നിൽക്കടാ. എന്തു പറ്റി? ഇവിടെ നഗരവാതിൽ കടന്ന് സേനാനായകനും പരിവാരങ്ങളും പാഞ്ഞു പോകുന്നത് കണ്ടു. എന്താ ഉണ്ടായത്? നമ്മുടെ നദാനിയേലിനെ മോഷണക്കുറ്റം ആരോപിച്ച് സേനാനായകൻ പിടിച്ചുകൊണ്ടുപോയി. എന്ത് ചെയ്യും? അധികാരമുള്ളവർ ആജ്ഞാപിക്കുന്നു, അടിമകളാകുന്ന ജനം അനുസരിക്കുന്നു. ദീന, നീ അവരെ കൂട്ടി അകത്തേക്ക് പൊക്കോ. ലാസർ, നീ സൂക്ഷിക്കണം. അനർത്ഥങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണെന്നറിയില്ല മൂപ്പ. വല്ലാത്തൊരു ഉൾഭയം എന്നെ ഭരിക്കുന്നുണ്ട്. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. മനസ്സ് വഴിതെറ്റിയ കുതിരയെപ്പോലെ പായുകയാണ്. വല്ലാത്തൊരു മരണഭയം എന്നെ പിന്തുടരുന്നു. ലാസർ, നീ സമാധാനമായിരിക്കുക. യഹോവ നമ്മോടുകൂടെയുണ്ട്. ആ പ്രതീക്ഷ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിന്റെ സ്നേഹിതനും പ്രവാചകനുമായ യേശുവിനോട് നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി, പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു, എല്ലാം അറിയുന്നവനെ പോലെ. മൂപ്പ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സഹോദരിമാർ... ലാസർ, നീ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? എന്തു പറ്റി ദീന? എന്താ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ദീന, ഞാൻ പ്രതീക്ഷിച്ചിരുന്നവർ വരുന്നുണ്ട്. വന്ദനം സേനാനായക. നീ ആ മഗതി ശിമോനല്ലേ? ഞാൻ നിന്നെ തിരയുകയായിരുന്നു. തിരയേണ്ടത് നഷ്ടപ്പെട്ടതല്ലേ? രാജകീയ സമ്മാനം നഷ്ടപ്പെട്ടു അല്ലേ? അതെടുത്തവനെ കാരാഗ്രഹത്തിലടയ്ക്കാൻ കൊണ്ടുപോകുന്ന പോക്കാണ്. വെറുതെ അടിമയെ കരുവാക്കണ്ട. വജ്രമോതിരം ഞാൻ കാട്ടിത്തരാം. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ മോതിരം തെളിയുന്നുണ്ട്. വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം. അവനെ വിട്ടുകളഞ്ഞേക്ക്. അങ്ങയുടെ ആവശ്യം മോതിരം കിട്ടുക എന്നുള്ളതല്ലേ? അത് കിട്ടിയിരിക്കുന്നു. വന്ദനം യജമാനെ. നഷ്ടപ്പെട്ടു പോയ വജ്രമോതിരം അങ്ങയുടെ വിശ്വസ്തൻ പുനശ്വരേശ്വരിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇതാണു ലോകം. ഇന്നത്തെ വിശ്വസ്തൻ, നാളത്തെ അവിശ്വസ്തൻ. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവനെ വിട്ടേക്ക്. താങ്കൾ ആരാണ്? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പേടിക്കണ്ട. കാലവും കാലശേഷവും അറിയുന്നവനാണ് ഞാൻ. ദയവായി എന്നെ വെറുതെ വിടണം. നീ സ്വതന്ത്രനാണ് നദാനിയേൽ. നിന്റെ യജമാനന്റെ അരികിലേക്ക് ഇപ്പോൾ തന്നെ മടങ്ങാം. ഈ നല്ല തണുപ്പുള്ള കാറ്റുണ്ട്. ദാ ഈ ഉറുമാലിരിക്കട്ടെ. വേണ്ട, എനിക്കിത് ശീലമില്ല. വേണം. വിലയേറിയ നൂലുകൊണ്ട് നെയ്തെടുത്തതാണ്. സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്. നിനക്ക് നിന്റെ യജമാനന് സമ്മാനിക്കാം. ആ പറഞ്ഞത് സത്യമാണ്. ഇത്രയും വലിയ സമ്മാനം യജമാനന് നൽകാൻ കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും തന്നല്ലേ, ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഉറുമാൽ ലാസറിന്റെ കയ്യിലെത്തുമ്പോൾ ലാസർ മരിക്കും. ഞാൻ 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 അജയ്യനാകും.
ജ്യേഷ്ഠത്തി, നാം ഇനി എന്താ ചെയ്യുക? എനിക്കറിയില്ല. മനസ്സാകെ മരവിച്ചിരിക്കുകയാണ്. ഇത്രയും ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ജ്യേഷ്ഠന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദീനം വരാൻ എന്തു പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്താ കുട്ടികളെ ഉണ്ടായത്? ലാസറിന് എന്തോ ദീനം ബാധിച്ചെന്ന് കേട്ടു. മൂപ്പൻ ഇത് എവിടെയായിരുന്നു? എനിക്ക് അത്യാവശ്യമായി നസ്രത്ത് വരെ ഒന്ന് പോകേണ്ടി വന്നു. നഥാനിയേൽ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോയത്. എവിടെ ലാസർ? കിടക്കുകയാ. ദീന കൂടെയുണ്ട്. പാവം ദീന. അവൾ ജ്യേഷ്ഠന്റെ അരികിൽ തന്നെയാ. എവിടെ? ഞാനൊന്ന് കാണട്ടെ. എന്റെ യഹോവേ, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കരുതേ. ഞങ്ങളുടെ ജ്യേഷ്ഠനെ സൗഖ്യത്തോടെ തിരികെ തരണമേ. നിന്റെ ജനതയെ മരുഭൂമിയിൽ വഴി നടത്തിയ വലിയവനും പരിപൂർണനുമായ യഹോവേ, ജീവിതത്തിന്റെ പാതി വഴിയിൽ ഞങ്ങളെ അനാഥരാക്കരുതേ. ജ്യേഷ്ഠ, സാരമില്ല, ഇവിടെ ഇത്തിരി നേരം ഇരിക്കെ. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണ. ഇപ്പോ എങ്ങനെയുണ്ട് ജ്യേഷ്ഠ? ആ, കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. യഹോവേ, നന്ദി. മൂപ്പ, എനിക്ക് സിനഗോഗിലെ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേൽപ്പിക്കണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. മനസ്സ് ശാന്തമാക്കി നല്ലവണ്ണം വിശ്രമിക്കേ. നഥാനിയേലിനെ കണ്ടില്ലല്ലോ. ഏറെ വൈദ്യന്മാരെ കാണിച്ചില്ലേ? ജ്യേഷ്ഠന്റെ ദീനം ഭേദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ജ്യേഷ്ഠന്റെ രോഗവിവരം ഗുരുവിനെ അറിയിക്കുവാൻ നഥാനിയേലിനെ അയച്ചിരിക്കുകയാ. ആത്മാർത്ഥ സ്നേഹിതനല്ലേ? വിവരം അറിഞ്ഞാൽ ഉടനെ ഓടിയെത്തും. തീർച്ച. വേണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാകും. വേണം. ദൈവിക ശക്തി കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. നീ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചോ? ജീവിതം ചിലത് പഠിപ്പിക്കുമ്പോൾ അംഗീകരിക്കേണ്ടി വരും. എനിക്കൊന്ന് കിടക്കണം. വരൂ. യേശുവിനെ കണ്ടോ? എവിടെ അവൻ? എത്തിയോ? അവൻ യഹൂദിയയിലുണ്ട്. ജനസമുദ്രമാണ് അവന് ചുറ്റും. ഏറെ പണിപ്പെട്ടാണ് അവന്റെ അരികിലെത്തിയത്. ലാസർ സുഖമില്ലാതെ കിടപ്പാണെന്നും മാർത്തയും മറിയയും നിന്നെ കൂട്ടിച്ചെല്ലുവാൻ വിട്ടതാണെന്നും ഞാൻ പറഞ്ഞു. പക്ഷെ അവൻ എന്തു പറഞ്ഞു എന്ന് പറ. ഈ ദീനം മരണത്തിലേക്കല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായി അത്രേ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കാതെ യാത്ര തുടർന്നു. അവന്റെ ശിഷ്യന്മാരിൽ ആരോ പറയുന്നത് കേട്ടു, കുറച്ചു ദിവസം കൂടി യഹൂദിയിൽ കാണുമെന്ന്. അവൻ എന്തെങ്കിലും ഉദ്ദേശം കാണും. അവൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കാട്ടുന്നു. എന്നിട്ടും സ്നേഹിതനായ ലാസറിന് ഒരു ആപത്ത് വന്നപ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ മാർത്തയോടും മറിയോടും എന്തു പറയും? തൽക്കാലം ഗുരു വന്നില്ല എന്ന് അവരറിയണ്ട. ഒരുപക്ഷെ അവർക്കത് താങ്ങാനാകില്ല. നഥാനിയേൽ, നീ ഗുരുവിനെ കണ്ടോ? അവൻ എന്തു പറഞ്ഞു? കണ്ടു. പക്ഷേ എന്തു പറ്റി? മറിയ, ഞങ്ങൾ അക്കാര്യം പറയുകയായിരുന്നു. ഗുരു അത്യാവശ്യമായ ഒരു യാത്രയിലാണ്. വിവരം ദൂതൻ മുഖാന്തരം അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് നഥാനിയേൽ എത്തിയിരിക്കുന്നത്. അത് മതി. ഞാൻ അവരെ വിവരം അറിയിക്കട്ടെ. പാവം വിശ്വസിച്ചു പോയിരിക്കുക. വേറെ നിവർത്തിയില്ല. പാവം യജമാനൻ. ഞാനന്ന് സേനാനായകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നില്ലേ, അന്ന് മുതലാണ് ലാസറിനെ അസുഖം ബാധിച്ചത്. അപ്പാ, ലാസർ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ലാസർ പോയി. എന്റെ യഹോവേ, ലോകത്തിന്റെ മശിഹായ്ക്ക് പോലും സഹായിക്കാൻ കഴിയാതെ പോയല്ലോ. ഈ കുടുംബത്തെ എന്തിനിങ്ങനെ അനാഥമാക്കി? നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ഗുരു, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ നോക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് പോകാമെന്നോ? പകലിന് 12 മണിക്കൂറല്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഗുരു, എന്നാലും നമ്മുടെ സ്നേഹിതൻ
ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. നീ ചിന്തിക്കുന്നത് നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ്. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അവരോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. മൂപ്പ, ഗുരു ബദാനിയിൽ എത്തിയിട്ടുണ്ട്. മരിച്ച് 4 നാൾ കഴിഞ്ഞില്ലേ നാറ്റം വെച്ചു തുടങ്ങിയ കല്ലറക്കൽ വന്ന് ഇനി എന്ത് ചെയ്യാൻ? അദ്ദേഹം ഒന്നും സംസാരിക്കുന്നതേയില്ല. ഈ കുടുംബത്തെ ഇത്ര സ്നേഹിച്ചിട്ടും അവരെ അനാഥമാക്കുവാൻ അവൻ എങ്ങനെ മനസ്സ് വന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ അവനെ സ്വീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്. ഞാൻ ഈ കല്ലറവാതിക്കൽ തന്നെ കാണും. ശരി, അങ്ങനെ ആകട്ടെ. അപ്പാ അപ്പാ ആ ദീന, അവരെവിടെ? നഗരവാതിൽക്കൽ പോയി മാർത്ത ഗുരുവിനെ എതിരേറ്റു. മറിയയുമായി നദാനിയൽ അവിടെ എത്തി. അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഈ ജനത്തെ കൊണ്ട് തോറ്റു. ഗുരു ഇടം വലം തിരിയുവാൻ സമ്മതിക്കുന്നില്ല. ഏയ്, നിങ്ങൾ ദയവായി ബഹളം വെക്കരുത്. അവരെ ഒന്ന് കടത്തി വിടൂ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മറിയേ, ഇതുതന്നെ മാർത്തയും പറഞ്ഞു. ഒന്നറിയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നടുക്കടലിൽ ഉൾപ്പെട്ടു പോയ 2 സ്ത്രീകളാണ് ഞങ്ങൾ. കുറ്റം വിധിക്കാനും നാടുകടത്താനും തക്കം പാർക്കുന്നവർ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഇന്നെങ്കിലും നീ വന്നില്ലായിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി ഞങ്ങൾ മരിച്ചു പോയേനെ. അത്രമാത്രം പ്രിയപ്പെട്ടതാ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. മാർത്തേ, മറിയേ, ലാസർ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നുവോ അതുപോലെയായിരുന്നു എനിക്കും എന്റെ പ്രാണസ്നേഹിതൻ. ലാസർ നിങ്ങൾക്ക് മാത്രമല്ല, ഈ ബദനിയായ്ക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു. അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? അവനെ വെച്ചത് എവിടെയാണ്? ഇവിടെയാണ് ഗുരു. ആ കല്ലെടുത്തു മാറ്റുവിൻ. കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും. ഇത് 4-ാം ദിവസമാണ്. വിശ്വസിച്ചാൽ നീ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കല്ല് നീക്കുക. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ഈ ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസർ, ലാസർ, പുറത്തു വരിക. അവന്റെ കെട്ടുകൾ അഴിപ്പിൻ.
എൻ്റെ പ്രിയപ്പെട്ടവനെ. യേശുവേ, യേശുവേ, ദൈവത്തിന്റെ പുത്രനായുള്ളവനെ. വിശ്വസിക്കുന്നവർക്ക് നാറ്റം വമിക്കുന്ന 4-ാം നാളും നന്മയുടേതാകും. പോയി സന്തോഷത്തോടെ ജീവിക്കുക. നീ എനിക്ക് നൽകിയ ഈ പുനർജീവിതം നിനക്കായി ഞാൻ ജീവിക്കും. പ്രാർത്ഥന അഗ്നിയാണ്. അത് മനുഷ്യകുലത്തിന് കവചമാണ്. ദുഷ്ടന്റെ മേൽ മൂർച്ചയുള്ള വാളാണ്.